കൊച്ചു രാവിലെ അമ്പലത്തിൽ പോയതാണല്ല. സമയം ഇത്രയല്ല, എന്താ വരാത്തെ? അനീസേ, നീ ഇതൊന്നും അമ്പലത്തിൽ പോയിട്ടെന്നാ? ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി. അല്ല, നീ എന്താണ് ഇപ്പൊ പള്ളി പോണത്? എടി 6 മണിക്കത്തെ കുർബാനക്ക് പോകാൻ പറ്റില്ല. ഇനിയിപ്പോ 7 മണിയുടെ പോവാന്ന് വിചാരിച്ചു വേഗം. കൊള്ളാം, ഞാനതാണ് നോക്കാതിരുന്നത് രാവിലെ അമ്പലത്തിൽ പോയപ്പോ. ഓ, ഈ പെൺകൊച്ചിനോട് സംസാരിച്ചോണ്ടിരിക്കണേന്നാ. വരട്ടെ അവള്. അല്ല, നീ കോളേജിൽ പഠിച്ച ആരെങ്കിലൊക്കെ കാണാറുണ്ടോ? ഇല്ല, സോഫീനെ ഒരു പ്രാവശ്യം കണ്ടായിരുന്നു. നീ സൗമ്യനോ വല്ലതും? സൗമ്യനെ ഞാൻ ഒരാളെ റോട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ലെന്നേ. പക്ഷെ നിന്നെ ഇവിടെ കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലട്ടാ. നീ എന്ത് ഈ വഴി കയറിയത്? ഞാൻ ദേ അമ്പലത്തിൽ പോട്ട് ഈ വഴി ഞാൻ എളുപ്പത്താല, ഞാൻ അതാണ് ഇങ്ങോട്ടില്ലേ പോകുന്നത്. സുഖമാടി? പിന്നെ സുഖം. എന്നാ ഞാൻ പോട്ടെ. ശരി, ഞാനും പള്ളിയിൽ പോട്ടെ, അല്ലെങ്കിൽ നീ വൈകും. ഓ, ഈ പെൺകൊച്ചിനോട് സംസാരിച്ചോണ്ടിരിക്കണേന്നാ. വരട്ടെ അവള്. അമ്മ നോക്കിക്കരുന്നാ. നീ എന്താ അമ്പലത്തിൽ പോയിട്ട് വരാൻ വൈകിയത്? അമ്മ ഞാൻ വന്ന വഴിക്ക് ആലീസിനെ കണ്ട്, അങ്ങനെ കുറച്ചേരം അവളോട് വർത്താനം പറഞ്ഞ അവിടെ നിന്ന്. ഞാൻ കണ്ട്. അതെ, ഈ അന്യജാതിപ്പെട്ട ഈ പെമ്പിളരോട് നീ എന്തിനാണ് സംസാരിക്കണത്? അതെനിക്ക് ഇഷ്ടമൊന്നുമല്ലട്ടാ. അതിനിപ്പോ എന്താണെന്ന് ഞാൻ അവരോട് സംസാരിച്ചെന്ന് പറഞ്ഞുണ്ടോ? ഞാനിപ്പോ പഠിക്കാൻ പോണ സമയത്ത് എന്റെ കോളേജിലേക്ക് ഉണ്ടായിരുന്നു സൗമ്യ ഉണ്ടായിരുന്നു, സോഫി ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാരും പല ജാതിക്കാരായിരുന്നു. ഞങ്ങൾ എല്ലാരും പക്ഷെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കും, നല്ല സ്നേഹത്തിലായിരുന്നു. ഇപ്പൊ എന്താണ് അവരോടൊക്കെ മിണ്ടിന്ന് പറഞ്ഞുണ്ടോ? അതൊക്കെ പണ്ട്. ഈ കുടുംബത്തിലെ അത് പറ്റില്ല. ഞങ്ങളുടെ തറവാടിനെ ഒരു അന്തസ്സുണ്ട്. ഞങ്ങളുടെ ജാതിയിലുള്ള ആൾക്കാർ മാത്രമേ ഞങ്ങൾ സഹകരിക്കാറുള്ളൂ. ഈ കണ്ട ജാതിക്കാരൊന്നും ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റാറില്ല. അത് കാരണന്മാരായിട്ട് അങ്ങനെ തന്നെയായിരുന്നു. ആ പാരമ്പര്യമാണ് ഞാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നത്. മോളിപ്പോ ഈ വീട്ടിലുള്ളതല്ലേ, മോളും അതന്നെ തുടരണം. പറയണൊക്കെ മനസ്സിലാവണ്ട. ഈ അന്യജാതിക്കാരോട്ടുമേ കൂട്ടുകൂടാൻ പാടില്ല. അതെനിക്ക് ഇഷ്ടമല്ല. എന്റെ അമ്മ ഏത് കാലത്താണ് ജീവിക്കണത്? ആ കാലഘട്ടമൊക്കെ പോയി. ഇപ്പൊ ജാതിയും അതൊന്നും ആരും നോക്കാറില്ല. അവളെന്റെ നല്ലൊരു കൂട്ടുകാരത്തിയാണ്. എനിക്കിവിടെ കൂട്ടുകൂടാനായിട്ട് അവളേ ഉള്ളൂ. പിന്നെ ഞാൻ എങ്ങനെയാണ് അവളോട് മിണ്ടാതിരിക്കണത്? ഇതേ മോളെ, കാലം എത്ര പോയാലേ ഈ ചിന്ത മാറാൻ പോണില്ല. അവളൊരു കൂട്ട്, അന്യജാതിക്കാരല്ലേ. നിനക്ക് കൂട്ടുകൂടണമെങ്കിൽ ആ അമ്പലത്തിന്റെ അടുത്ത് ആ ലക്ഷ്മിയുടെ മോളില്ലേ, സരസ്വതിയുടെ മോളില്ലേ, ഞാൻ അവരെ വിളിച്ചു പറയാ എന്റെ മോളായിട്ട് കൂട്ടുകൂടാൻ. അത്രക്ക് ഇതാണെങ്കിൽ ഈ അന്യജാതിക്കാരായിട്ടെ കൂട്ടുകൂടാൻ പറ്റില്ല ദിവ്യേ. ഇവിടെ ഞാൻ സമ്മതിക്കില്ല. എന്താണെന്ന് ഇങ്ങനെയൊക്കെ പറയണത്? ദേ മതി, നിന്നോട് ഞാൻ പറഞ്ഞല്ല കൂടുതലൊന്നും സംസാരിക്കണ്ട. അവനെ എഴുന്നേറ്റിട്ടുണ്ട്, പോയി ചായ കുടിക്ക്.